പേര് പറഞ്ഞോട്ടോ. മാം ഓക്കെ മാം. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. കൂടെ വസിക്കണേ താങ്ങായി എന്നും നയിക്കണമെന്നും നിൻ ദീപ്തിയാൽ നയിക്കണമെന്നും നിൻ ദീപ്തിയാൽ. ജീവിത പാതയിൽ താമസകറ്റാൻ വിദ്യതൻ നാളങ്ങൾ തെളിക്കണേ. നന്മതൻ മാർഗേ ചരിച്ചിടുവാൻ നന്മതൻ മാർഗേ ചരിച്ചിടുവാൻ ശക്തി നൽകേണമേ ഞങ്ങൾക്കെന്നും. ശക്തി നൽകേണമേ ഞങ്ങൾക്കെന്നും. സർവം നയിക്കുന്ന സച്ചിദാനന്ദനെ സർവൈകനാഥനെ കൈതൊഴുന്നേ. കോട്സ് പറയാം. Dream is not that you see in sleep. Dream is something that does not let you sleep. Dr. APJ Abdul Kalam. ഞാനാണ് റോഷ്ന. ഞാനൊരു ആക്ഷൻ സോങ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. കാണുന്നുണ്ടോ? നമ്മളിത് ആരെക്കുറിച്ചാണെന്ന് അറിയുമോ പാട്ട് പാടാൻ പോകുന്നത്? നമുക്കിന്നൊരു മലയാളം ആക്ഷൻ സോങ് ആയാലും ആരെക്കുറിച്ചാണെന്നല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പൂമ്പാറ്റ ഇഷ്ടമാണോ? നമ്മൾ പൂമ്പാറ്റ എവിടെല്ലാം കാണും? നമ്മള് പൂന്തോട്ടത്തിലും നമ്മുടെ വീട്ടുമുറ്റത്തും എല്ലാം നമ്മൾ കാണത്തില്ലേ? നമുക്ക് പൂമ്പാറ്റയെ കുറിച്ച് ഇന്നൊരു പാട്ട് പാടിയാലും അപ്പൊ നിങ്ങളും പാടും. പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ പൂക്കളെല്ലാം വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ പൂക്കളെല്ലാം വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. വെട്ടം വന്ന് തട്ടിയപ്പോൾ ഞെട്ടി ഉണർന്നു. മുട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടിവിരിഞ്ഞു. വെട്ടം വന്ന് തട്ടിയപ്പോൾ ഞെട്ടി ഉണർന്നു. ഞെട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടിവിരിഞ്ഞു. പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂമ്പൊടി പൂശാൻ വന്നാട്ടെ. പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂമ്പൊടി പൂശാൻ വന്നാട്ടെ. പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ പൂക്കളെല്ലാം വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ പൂക്കളെല്ലാം വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. കട്ടുറുമ്പ് കേറി കേറി കട്ടുപിടിച്ചു. ഞെട്ടിലുള്ള മുട്ടകളെല്ലാം പൊട്ടിച്ചിരിച്ചു. കട്ടുറുമ്പ് കേറി കേറി കട്ടുപിടിച്ചു. ഞെട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടിച്ചിരിച്ചു. പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂമ്പൊടി പൂശാൻ വന്നാട്ടെ. പൂന്തേനുണ്ണാൻ വന്നാട്ടെ പൂമ്പൊടി പൂശാൻ വന്നാട്ടെ. പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ പൂക്കളെല്ലാം വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. പൂമ്പാറ്റെ കൊച്ചു പൂമ്പാറ്റെ പൂക്കളെല്ലാം വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങൾ വീട്ടിൽ പോയി പാടി നോക്കണം. താങ്ക് യു. Good afternoon. Good afternoon ma'am. Good afternoon. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? ചെയ്തു മാം. ഇന്നലെ ചെയ്തോ? അശ്വതി മിസ് ആയിരുന്നോ? അതെ. ഞാൻ എടുക്കുന്ന ടോപ്പിക് മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. ഓക്കെ അല്ലെ? മാത്തമാറ്റിക്കൽ ഏരിയ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഓക്കെ, അതില് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
1 മിനിറ്റ് കേട്ടോ, ഞാൻ ഷെയർ ചെയ്യാവേ. ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾ ഈ ഇമേജ് ഒന്ന് നോക്കിയിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന ഇമേജ് ഒന്ന് നോക്കാം. ഇത് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. മാത്തമാറ്റിക്കൽ അപ്പാരറ്റിക്സിൽ ഫസ്റ്റ് വരുന്നത്. നിങ്ങൾ റെക്കോർഡ് എഴുതിയോ? 5th റെക്കോർഡ് കംപ്ലീറ്റ് ആണോ? ഓക്കെ, റെക്കോർഡ് എഴുതിയവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ 4th ഏരിയ ആണ്. ഒരു മിനിറ്റ്, 4th ഏരിയ ആണ്. 4th ഏരിയ ആണ് മാത്തമാറ്റിക്കൽ ഏരിയ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിനെ കുറിച്ചിട്ടാണ്. ഇതിൽ കാണുന്നതാണ് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. എന്ത് കളറിലാണ് വന്നിരിക്കുന്നത്? എന്ത് കളർ കോമ്പിനേഷൻ ആണ്? റെഡ് ആൻഡ് ബ്ലൂ. ഓക്കെ, ഞാൻ പേരും കൂടി പറയട്ടെ. ഈ ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിന്റെ പേരും കൂടി പറയട്ടെ. റെഡ് ആൻഡ് ബ്ലൂ റോഡ്സ് എന്നും കൂടി ഒരു പേരുണ്ട്. ലാർജ് നമ്പർ റോഡ്സിന് അല്ലെങ്കിൽ നമ്പർ റോഡ്സ് ആണ് പറയുന്നത്. നമ്പർ റോഡ്സിന് പറയുന്ന മറ്റൊരു പേരാണ് റെഡ് ആൻഡ് ബ്ലൂ റോഡ്. അത് മനസ്സിലായോ? നമ്മള് അൽത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്സ് ആണ് എല്ലാത്തിന്റെയും ബേസിക് അല്ലേ? വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാല് ഏതൊരു സബ്ജക്ട് എടുത്താലും അത് മാത്സ് ഉണ്ടാവും. അപ്പൊ മാത്സില് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കൗണ്ടിങ്. ആ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, 1. അല്ലെങ്കിൽ യൂണിറ്റ് എന്താണ്, കൗണ്ടിങ് എന്താണെന്നാണ് മാത്സിൽ ഫസ്റ്റ് വരുന്ന ഒരു കൺസെപ്റ്റ്. കൗണ്ടിങ് ഈസ് ദ ബേസിക് ഓഫ് അരിത്മാറ്റിക്സ്. എവറി ഫീൽഡ് നീഡ് മാത്തമാറ്റിക്സ്. ഏതൊരു ഫീൽഡിലും എന്തുണ്ട്? മാത്സ് ഉണ്ട്. What to count is the first steps and the concept of unit. എങ്ങനെ കൗണ്ട് ചെയ്യണം, എന്താണ് യൂണിറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. In this apparatus, different rods with the blue and red are arranged in some pattern. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇമേജിൽ ബ്ലൂ ആൻഡ് റെഡ് റോഡ്സ് ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കാം. ആദ്യം റെഡ് 1 എന്നുള്ളൊരു യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ റെഡ് ആൻഡ് ബ്ലൂ വന്നപ്പോ 2 എന്ന് പറയുന്ന യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. റെഡ്, ബ്ലൂ ആൻഡ് റെഡ്, അപ്പൊ 3, 1, 2, 3 എന്ന് പറയുന്ന യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ 4 എന്ന് പറയുമ്പോൾ റെഡ്, ബ്ലൂ, 4. അപ്പൊ ആ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേകത നോക്കിയേ, ഈ റെഡ് കളറിൽ അവസാനിക്കുന്നത് ഏതൊക്കെയാണ്? ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ? 1 റെഡ് കളറിൽ അവസാനിക്കുന്നത് അല്ലെ? 3 റെഡ് കളറിൽ അവസാനിക്കുന്നത്. ഓഡ് നമ്പേഴ്സ് ആണ് ഏത്? റെഡ് കളറിൽ അവസാനിക്കുന്നത്. അപ്പൊ ബ്ലൂ കളറിൽ അവസാനിക്കുന്നതോ? ഈവൻ നമ്പർ. ഓക്കെ, അപ്പൊ ഓഡ് നമ്പർ, ഇവൺ നമ്പർ കൺസെപ്റ്റ് നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചൂടെ മെറ്റീരിയൽ യൂസ് ചെയ്ത്? അല്ലെ? ഓക്കെ, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിച്ചൂടെ? ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, കൗണ്ടിങ് പഠിപ്പിക്കാലോ. ബേസിക് ആയിട്ട് കൗണ്ടിങ് ലേണിംഗ് ആൻഡ് കൗണ്ടിങ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ കളർ സെൻസ്, റെഡ് ഏതാണ് ബ്ലൂ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തൂടെ? നമ്മളൊരു ഒരൊറ്റ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കും. ദെൻ സ്റ്റഡി ദ കൺസെപ്റ്റ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കൺസെപ്റ്റ്. ഈ കുട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ? വെർട്ടിക്കൽ. ഓക്കെ, വെർട്ടിക്കൽ ആണ് അല്ലെ? വെർട്ടിക്കലാണ് അറേഞ്ച് ചെയ്തിരിക്കണേ. നേരെയല്ലേ മാം? ഹൊറിസോണ്ടൽ ആടാ. വെർട്ടിക്കൽ എന്ന് പറയുമ്പോ വെർട്ടിക്കൽ ഞാൻ കാണിച്ചല്ലോ. വെർട്ടിക്കൽ വെർട്ടിക്കൽ നമുക്ക്
ഓക്കെ, നോക്കി നിങ്ങള് ഇതിൽ ഏതാണ് വെർട്ടിക്കൽ, ഏതാണ് ഹൊറിസോണ്ടല്? നമ്മള് മാത്സിലൊക്കെ പറയാറില്ല വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, നേരെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആ ഒരു ലൈന് നമ്മൾ പറയില്ലേ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നൊക്കെ. ഇങ്ങനെ വരുന്നതിന് വെർട്ടിക്കൽ എന്നും ഇത് ഹൊറിസോണ്ടലും ആണ്. ഹൊറിസോണ്ടലിന് വേറൊരു പേര് പറയും പാരലൽ ഇല്ലേ? ഓക്കെ, അപ്പൊ വെർട്ടിക്കലും പാരലൽ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. കളർ സെൻസ് മനസ്സിലാക്കും. കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ റോഡ്സ് ആണ്. ഇതിനൊരു പേരും കൂടി ഞാൻ പറഞ്ഞു, എന്താണ്? റെഡ് ബ്ലൂ റോഡ്സ് ആണ്. ആ ഒരു കളർ കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഇമേജ് മാം, ഈ വെർട്ടിക്കൽ എന്ന് പറയുമ്പം ഈ രണ്ടാമത്തെ പിക്ചർ അല്ലേ താഴെയുള്ളത്? അതിൽ കുട്ടി എവിടെ ഇരുന്നിട്ടായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? അത് ചിലപ്പോ ഞാൻ ഈ 2 രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണിച്ചത്. വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്തു, വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് നോക്കി ചെയ്താണ്, നോക്കിയതാണ്. ഓക്കെ മാം, അതായത് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10ന്റെ വരുന്നത് ഏറ്റവും ടോപ്പിൽ എടുത്ത് വെക്കും, അങ്ങനെയാണോ? അങ്ങനെയല്ലടാ, നമ്മൾ പാരലൽ ആയിട്ട് പോകുന്നതിന് എന്ത് പറയും? ഹൊറിസോണ്ടൽ എന്നും. നേരെയാണെങ്കിൽ അത് വെർട്ടിക്കൽ എന്നും പറയും. ഞാനിപ്പോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നോക്കാം. നമ്മുടെ ഇത് നമ്മൾ നേരത്തെ കണ്ടത് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് കേട്ടോ. സ്മോൾ നമ്പർ നമുക്കറിയാലോ, നമുക്ക് സിസ്റ്റത്തിൽ കാണിക്കാനുള്ളതാണ്. എല്ലാവരും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് സിസ്റ്റത്തിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വലിയ ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് കാണിക്കാനായിട്ട് പറ്റില്ല. സോ സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് നമ്മുടെ ഉള്ളത്. ഇതാണ് കാർഡ്സുകൾ, കാണുന്നുണ്ടോ? ഇതാണ് റോഡുകൾ. ജസ്റ്റ് ഞാനിതൊന്ന് അറേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് യൂണിറ്റ് 1 ആണ് ആദ്യം പ്ലേസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 ഓക്കെ അല്ലേ? യൂണിറ്റ് 2 ബേസ് എപ്പോഴും റെഡ് ആയിരിക്കണേ. 1ന്റെ ബേസ് റെഡ് ആയതുകൊണ്ട് യൂണിറ്റ് 2. യൂണിറ്റ് 3 1 2 3 മനസ്സിലാക്കാൻ പറ്റും. കാരണം അതെന്താണ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് ബ്ലൂ റെഡ്. കുട്ടികൾ 1 2 3 അവർക്ക് കൗണ്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവും. ആ യൂണിറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂണിറ്റ് 4 1 2 3 4. യൂണിറ്റ് 5 1 2 3 4 5. Unit 6 1 2 3 4 5 6. Unit 7 1 2 3 4 5 6 7. Unit 8 1 2 3 4 5 6 7 8. Unit 9. 1 മിനിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 1 2 3 4 5 6 7 8 9. Then 10. 1 2 3 4 5 6 7 8 9 10. എന്നെ സംബന്ധിച്ച് ഇതിപ്പോ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ഡയറക്ഷൻ, വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ? വെർട്ടിക്കൽ അല്ലേ മാം? വെർട്ടിക്കൽ ആണോ? നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്? മാമിന്റെ വശത്ത് നിന്ന് നോക്കുമ്പോ വെർട്ടിക്കലായിട്ടാണ് തോന്നുന്നു. എനിക്ക് ഞാൻ ഹൊറിസോണ്ടലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാം ഞങ്ങൾ ഉദ്ദേശിച്ച എന്നാന്ന് വെച്ചാൽ ആ റെഡ് മാത്രം, നീല മാത്രം, റെഡ് മാത്രം, അങ്ങനെയാ. ഇങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഓക്കെ മാം. എന്റെ ദൈവമേ,
അതല്ല മാം, ഞാൻ ഓർത്ത് എന്നാന്ന് വെച്ചാൽ ഈ ഓരോ റോഡ്സും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുവാന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഓർത്ത് ഓരോ ഇല്ല. ഒരു റെഡ് പിന്നെ ഒരു ബ്ലൂ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെക്കുകയെന്നാ ഉദ്ദേശിച്ചത്. സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ഇതിപ്പോ എന്താ തോന്നുന്നേ? ഇപ്പൊ ഹോഴ്സ് ആണ്. ഓക്കെ, ഏകദേശം വെച്ചിട്ടുണ്ട്. ഗ്യാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാട്ടെ ഇങ്ങനെ. ഓക്കെ, ഇനി കാർഡ്സുകൾ അറേഞ്ച് ചെയ്യാം അല്ലെ. കാർഡ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാണാൻ പറ്റുന്നുണ്ട് നിങ്ങക്ക്? അതിനോട് കുറച്ച് സ്പേസ് കൊടുക്കാത്തതുകൊണ്ട് അത് അറേഞ്ച് ചെയ്യാൻ പറ്റാറുണ്ട്. നമ്പർ കാർഡ്സ് ആൻഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ഈ കാർഡ്സ് മാറ്റാം കേട്ടോ. ഇതെങ്ങനെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വെർട്ടിക്കൽ. കണ്ടോ? ഇതെങ്ങനെയാണ്? വെർട്ടിക്കൽ. ഓക്കെ അല്ലേ? നമുക്ക് ഈ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് അല്ലെങ്കിൽ നമ്പർ റോഡ്സ് യൂസ് ചെയ്ത് അഡീഷൻ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? അഡീഷൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. നോക്കിയാലോ അഡീഷൻ എങ്ങനെ പഠിക്കാന്നുള്ളത്? ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. 9 + 3 എന്നാണ് ക്വസ്റ്റ്യൻ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 9 + 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 9 + 3. അപ്പൊ ഞാൻ 9 + 3ക്ക് വേണ്ടിയിട്ട് 9 എന്ന് പറയുന്ന നമ്പർ റോഡ് എടുത്ത് പ്ലേസ് ചെയ്യും. ദെൻ 3 എന്ന് പറയുന്ന നമ്പർ റോഡും പ്ലേസ് ചെയ്യും. 9 എന്ന് പറയുന്ന നമ്പർ റോഡും 3 എന്ന് പറയുന്ന നമ്പർ റോഡും പ്ലേസ് ചെയ്യും. ദെൻ നമ്മൾ ഇവിടെ നടുക്കായിട്ട് എന്താണ് പ്ലസിന്റെ ഒരു ചിഹ്നം, എന്താ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്ന പ്ലസിന്റെ ഒരു ചിഹ്നവും കൊടുക്കും. ഓക്കെ, കൊടുത്തു വിചാരിക്കും. പ്ലസ് എന്ന് പറയുന്നത് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ കാർഡ് പോലെ കാർഡാണ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്യാനുള്ള കൺസെപ്റ്റ് ആണ് കുട്ടികൾക്ക് മനസ്സിലാവും. ദെൻ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൗണ്ട് ചെയ്യും. ഈ 9 + 3 എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാണ്, നമ്മൾ ഒരുമിച്ച് ടോട്ടലി കൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പൊ 9 + 3 എത്രയാണ്? 12. അപ്പൊ നമ്പർ റോഡ്സ് വെച്ചിട്ട് അഡീഷൻ മനസ്സിലായോ? ഓക്കെ, നിങ്ങളുടെ അഡീഷൻ പറയോ? ഞാൻ ചെയ്ത് നോക്കാം. 4 + 7. 4 + 7. ഓക്കെ, 4 ആണത്. കുട്ടികൾ കൗണ്ട് ചെയ്യിക്കാം. 1, 2, 3, 4. ഇനി 7 പ്ലേസ് ചെയ്യാം. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6, 7. മാറിപ്പോയി. ഇത് 8 ആണ്. സോറി കേട്ടോ. കുട്ടികൾ തന്നെ കൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് 4 + 7 ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ടോട്ടലി നമ്മൾ കൗണ്ട് ചെയ്യും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പൊ 4 + 7 എത്രയാണ്?
11 അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയുള്ളൂ. കൺട്രോൾ ഓഫ് എറർ ഒക്കെ നമുക്ക് തന്നെ സ്വയമേ ചെയ്യാൻ പറ്റും. തെറ്റിപ്പോകുമ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? റിപ്പീറ്റേഷൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും ശരിയാവുന്നത് വരെ എന്നൊക്കെ. ഓക്കെ, ഇത്രയുള്ളൂ. നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് മനസ്സിലായോ? മാം ഇത് അരിത്തമെറ്റിക്കിലെ ഫസ്റ്റ് മെറ്റീരിയൽ അല്ലേ? അതെ അതെ. അപ്പോഴേക്ക് ഇവര് അഡിഷൻ പഠിച്ചിട്ടുണ്ടാവോ മാം? ഇല്ലടാ, നമ്മൾ ആദ്യം കൗണ്ടിങ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. കൗണ്ടിങ് പഠിപ്പിച്ചതിന് ശേഷം അവരൊരു കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മാത്സ് അഡീഷൻ പഠിപ്പിക്കാൻ പറ്റും. ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെ അഡീഷൻ പഠിപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ ഒരു മെറ്റീരിയലിന് മുമ്പ് തന്നെ നമ്മള് സാൻഡ് പേപ്പർ നമ്പേഴ്സ് കൊടുത്ത് ട്രേസ് ചെയ്യിപ്പിക്കണം അല്ലേ? അല്ല, എന്റെ അഭിപ്രായത്തില് യൂണിറ്റ്സ് നമ്പർ റോഡ്സ് പഠിപ്പിച്ചതിന് ശേഷം സാൻഡ് പേപ്പേഴ്സ് നമ്പേഴ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ സാൻഡ് പേപ്പർ ഫിഗർ ഈ സാൻഡ് പേപ്പർ കാർഡ് ഇവിടെ വെക്കുന്നത് അവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഇത് 1 2 3 4 ആണ് എന്ന്? അല്ലടാ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് കൺസെപ്റ്റ് ആദ്യം നമ്മൾ ഈ കാർഡ്സ് യൂസ് ചെയ്യില്ല. ഈ കാർഡ്സ് നമ്മൾ ആദ്യം യൂസ് ചെയ്യില്ല. ഞാൻ ആദ്യം കാണിച്ചപ്പോ കാർഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലാലോ. ആദ്യം നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് അവർക്ക് യൂസ് ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സാൻഡ് പേപ്പർ നമ്പേഴ്സ് ഒക്കെ കൊടുത്ത് അത് 1 എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് ട്രേസ് ചെയ്യിക്കും. 2 അതിങ്ങനെ ട്രേസ് ചെയ്യിച്ച് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് വരും. പിന്നെയാണ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് നല്ല രീതിയിൽ ട്രെയിൻഡ് ആവുമ്പോഴാണ് നമ്പർ റോഡ്സ് വെച്ച് നമ്മൾ അഡീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബീഡ്സ് കൊടുക്കും കുട്ടികൾക്ക്. ബീഡ്സിന്റെ മെറ്റീരിയൽ കൊടുക്കും. ബീഡ്സ് ഇനി നിങ്ങൾ നെക്സ്റ്റ് മെറ്റീരിയൽ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഉണ്ട്. ഈ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഈ കൗണ്ടിങ് മെയിൻ ആയിട്ട് ഫൗണ്ടേഷൻ കൊടുക്കും. കൗണ്ടിങ്ങിനുള്ള ഫൗണ്ടേഷൻ, ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൗണ്ടിങ് ആണ്. കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽസ് നമ്മുടെ ഉണ്ട്. രണ്ടാമത്തെ മെറ്റീരിയൽ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. പ്രസന്റ് ചെയ്യട്ടെ. ഇത് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയും. നമ്മുടെ കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത്. കാർഡ്സ്, ഇത് കൗണ്ടർ, ഒരു ബെല്ല് മോഡലാണ് കൗണ്ടർ. കണ്ടോ കൗണ്ടർ? നമ്മൾ കുട്ടികളെ കൊണ്ട് ടച്ച് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, ടച്ച് ഒക്കെ ചെയ്തത് ഈ നോബിൾ സിലിണ്ടേഴ്സിനെ കുറിച്ച് മിസ് പറഞ്ഞോ നിങ്ങൾക്ക്? അപ്പൊ ഈ ഒരു കൗണ്ടറിന്റെ പ്രത്യേകത എന്താണ്? കൗണ്ടർ പറഞ്ഞോ ലാസ്റ്റ് ക്ലാസ്സില്? ഇല്ല. ഇല്ല. ഓക്കെ. ഈ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്താണ് ഈ കൗണ്ടർ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഈ 2 ഫിംഗേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? റൈറ്റിംഗ്. അപ്പൊ ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ്, നമ്മുടെ ഈ 2 മസിൽസിന്റെയും ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൗണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ഞാനിപ്പോ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് പ്ലേസ് ചെയ്യാൻ പോവാണ്. അതിന് ഓർഡറിൽ വെച്ചിട്ട് ഞാൻ കാണാലോ നിങ്ങൾക്ക് ആ 1 പ്ലേസ് ചെയ്തിരിക്കുന്നത്. പറ്റുന്നുണ്ടോ? ഇല്ല മാം. ഇപ്പൊ ഓക്കെ. അല്ല, ഇച്ചിരി കൊണ്ട് താഴോട്ട്. ഓക്കെ. ഞാനേ ഇത് ഇമേജ് ഒന്ന് കളയാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ടെന്ന് വരെയും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം. 2 to 8 കാണാം മാം. 2 to 9 ഇപ്പൊ കാണാം. ഇപ്പൊ ഓക്കെ. എല്ലാവരും ഒന്ന് എന്റെ ഇതൊന്ന് പിൻ ചെയ്യാൻ പറ്റുമോ? എന്റെ കാർഡ് ഫുൾ കാണാൻ പറ്റാത്തവർക്ക് ഞാനില്ലേ ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഞാനിങ്ങനെ മെറ്റീരിയൽ എടുത്ത് കാണിച്ചു തരാം ലാസ്റ്റ്. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ചെയ്യാൻ പോവാണ്. 1 എന്ന് പറയുമ്പോ 1
കൗണ്ടർ എടുത്ത് വെക്കുന്നു. 1 2 1 2 3 1 2 3 4 1 2 3 4 5 1 2 3 4 5 6 നിങ്ങൾ കാണുന്നുണ്ടോ? 1 1 2 1 2 3 1 2 3 4 5 ഇതാണ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കേട്ടോ. നമ്മൾ കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ബെൽ മോഡലുള്ള ഒരു മെറ്റീരിയൽ കൗണ്ടറിനും പിന്നെ കാർഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ മെറ്റീരിയൽ? നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് അത് വേണമെങ്കിൽ അഡീഷണൽ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവുമ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് അഡീഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് റീപ്ലേസ് ചെയ്തോട്ടെ. ഞാൻ അഡീഷൻ ചെയ്യാൻ പോവാണേ. ഒരു 3+2 ചെയ്താലോ? ആയിട്ടുള്ളല്ലേ. 3 കൗണ്ടർ പ്ലേസ് ചെയ്യുന്നു, പിന്നെ 2 1 2 ദെൻ പ്ലസ് കൊടുക്കാം, ആഡ് ചെയ്യുന്നു 1 2 3 4 5. അപ്പൊ 3+2 എത്രയാണ്? കൗണ്ട് ചെയ്യും. 1 2 3 4 5. അഡീഷണൽ നമുക്ക് ഈ ഒരു ബോർഡ് കൗണ്ടേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് മെറ്റീരിയൽ ബീഡ്സ് ആണ്. ചെയ്തിട്ടുണ്ടായിരുന്നോ? ബീഡ്സിന്റെ സ്റ്റെയറോ ബീഡ്സിന്റെ സ്ട്രിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സ്റ്റെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ?
അന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ബീച്ച് സ്റ്റെയർ. ആ മാം നെറ്റില് ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ചെയ്തോളൂ. നമുക്ക് ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ബീച്ച് സ്റ്റെയറും ബീച്ചിന്റെ സ്ട്രിങ്സ് ഒക്കെ ഒന്ന് കാണാം. പിന്നെ സ്പിൻഡിൽ ബോക്സ് ഉണ്ട് നമുക്ക്. നമ്മൾ കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ബോക്സ് ആണ് സ്പിൻഡിൽ ബോക്സ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് വീക്ക് നമുക്ക് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നമ്മൾ ബീച്ച് സ്ട്രിങ്ങിനെ കുറിച്ച്, ബീച്ച് സ്റ്റെയറിനെ കുറിച്ച്, സ്ട്രിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം ബീച്ച് പിരമിഡ് അല്ലേ. ഇത് ജസ്റ്റ് ഒരു ബീച്ച് പിരമിഡിന്റെ മോഡലാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഇത്? ഓക്കെ, ഞാൻ തിരിച്ചു വെക്കാം. ഇത് ബീഡ്സ് ആണ്, നമ്മുടെ കയ്യിലുള്ള ബീഡ്സുകളാണ്. പല കളറിലാണ്. രസമാണ് കാണാനൊക്കെ. ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. അപ്പോ ഞാൻ ബീഡ് പിരമിഡിനെ കുറിച്ച് പറയാം. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ പിരമിഡ് ഇൻ ഷേപ്പ് with different colors of beads varies. This pyramid is constructing. Different കളേഴ്സിലുള്ള ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. The number of beads in each varies different from 1 to 10. 1 മുതൽ 10 വരെയാണ് വരുന്നത്. The idea of foundation, visual perception, അതേപോലെ നമുക്ക് ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ്, കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ, പിന്നെ ക്രിയേറ്റീവ് സ്കിൽസ്, കോൺഫിഡൻസ് ഇൻ ബിൽഡിംഗ്, നമുക്ക് ഓരോ കാര്യങ്ങളിൽ കോൺഫിഡൻസ്, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, റിപ്പീറ്റേഷൻ ത്രൂ എൻജോയ്മെന്റ്, നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനൊക്കെ തോന്നും. അതേപോലെ കൺട്രോൾ ഓഫ് എറർ ഒക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് ബീഡ്സ് പിരമിഡ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്യാണ്. ഇത് 1 ബീഡ്സ് ആണ് അല്ലെ, റെഡ് കളർ ആണ് അല്ലെ. ഇതൊരു 1 ആണ് എന്ന് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. റെഡ് ഇൻ കളർ, ആ കളറും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അല്ലെ. ഞാൻ ഈ 1 എന്നുള്ളത് ഇവിടെ മാത്രമേ പ്ലേസ്ഡ് ആവുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. അടുത്താണ് 1, 2. നോക്കി നിങ്ങൾ ബീഡ്സ് എത്ര എണ്ണം ഉണ്ട്? 1, 2. 1, 2 ബീഡ്സ് പ്ലേസ് ചെയ്തു. അടുത്തത് 3. 1, 2, 3 പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് 4. 1, 2, 3, 4. നെക്സ്റ്റ് 5. 1, 2, 3, 4, 5. Next 6. 1, 2, 3, 4, 5, 6. കാണുന്നുണ്ടോ നിങ്ങള്? 7. 1, 2, 3, 4, 5, 6, 7. കഴിഞ്ഞാല് 8. 1, 2, 3, 4, 5, 6, 7, 8. 8 കഴിഞ്ഞാല് 9. 1, 2, 3, 4, 5, 6, 7, 8, 9. Last 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സ്റ്റെയർ മനസ്സിലായല്ലോ. ഓക്കെ, സപ്പോസ് ഞാനൊരു കുട്ടിയാന്ന് വിചാരിക്കും. ഞാൻ വലിയൊരാളായതുകൊണ്ടാണ് ഞാൻ കളറൊക്കെ നോക്കി കൗണ്ടൊക്കെ നോക്കി ചെയ്ത് പെട്ടെന്ന് ചെയ്തത്. ഞാനൊരു കുട്ടിയാണ്, എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ഇതെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കും. ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു. അത് ഫിറ്റ് ആവോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നെ കൺട്രോൾ ചെയ്യും എന്റെ എറർ. എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചെന്ന് മനസ്സിലായി. ദെൻ ഞാൻ ഇതെടുത്ത് നോക്കും, ഇതാണോ? അല്ല, ഇതും പ്ലേസ്ഡ് അല്ല. ദെൻ അതോടെ തിരിച്ചു വെച്ചു. ദെൻ ഇങ്ങനെ കുട്ടികൾ തന്നെ കൺട്രോൾ ഓഫ് എറർ, തെറ്റ് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ തെറ്റ് എന്ത് ചെയ്യും? തിരുത്തും. മനസ്സിലായോ? ഞാനിപ്പോ മുതിർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പറയുമ്പോ എത്ര മനസ്സിലാവണമെന്ന് മനസ്സിലായില്ല. പക്ഷെ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അത് തെറ്റ് തിരുത്താനായിട്ട് അവർക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം മിസ്റ്റേക്ക് പറ്റി അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ? ഓക്കെ,
ഈ ഒരു മെറ്റീരിയല് ബീഡ്സ് പിരമിഡ്. ഇനി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ബീഡ് സ്ട്രിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ബീഡ്സ് ഇല്ല പിരമിഡ് മാം, ആണ്. ബീഡ്സ് ചെയർ മാത്രമായിരുന്നു മാം പറഞ്ഞത്. ഓക്കെ, ബീഡ് സ്റ്റെയർ ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഓക്കെ, ബീഡ് സ്റ്റെയർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോ ചെയ്ത് തന്നെയാണ്. ദ ബീഡ് സ്റ്റെയർ കൺസിസ്റ്റ് ഓഫ് 9 segments of varies. They are keeping on top of others like the 9 in bottom and 1 in top. മുകളില് 1 കൊടുക്കും, 9 ലാസ്റ്റ് കൊടുക്കും. Varies of beads has been different in color. different color ആയിരിക്കും. കുറച്ച് അട്രാക്റ്റീവ് ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, കൗണ്ടിങ് പഠിപ്പിക്കാൻ ഹെൽപ്ഫുൾ ഒരു മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. ചെറിയ തിങ്സ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഞാൻ കണ്ടില്ലേ, നിങ്ങൾ കാണിച്ചു തന്നപ്പോ ഒരു 1 എന്ന് പറയുന്ന ബീഡ്സ് ഉണ്ടല്ലോ, അത് ഏറ്റവും ചെറിയൊരു തിങ് ആണ്, ഒരു മെറ്റീരിയൽ ആണ്. അതെങ്ങനെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടും. കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം കോൺസെൻട്രേഷനും ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യും. റിപ്പീറ്റേഷൻ ത്രൂ എൻജോയ്മെന്റ്, വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാൻ പറ്റും. ഐഡിയ ഓഫ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കിട്ടും. പിന്നെ തെറ്റ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. നമുക്കൊന്ന് നോക്കിയാലോ സ്റ്റെയർ. ഓക്കെ, ഞാനിപ്പോ സ്റ്റെയർ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ സ്ട്രിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബീഡ്സ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെയർ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം കേട്ടോ. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5 1 2 3 4 5 6. ഓക്കെ, ഞാനിത് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ വിചാരിച്ചതാ ഒരു ബീഡ് സ്റ്റെയറും കൂടി ചെയ്യാലോ ഒരുമിച്ചൊന്ന്. അന്ന് വിചാരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്ത് നോക്കുകയാണെ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മള് മെറ്റീരിയൽസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്ത് നോക്കാം ഇങ്ങനെ. ഓക്കെ, ആദ്യത്തെ ഇതില് മാം 10 വരെ വെച്ചിട്ടില്ലേ? രണ്ടാമത്തില വെക്കുന്ന 10 വരെ. പിരമിഡ് ഞാൻ 10 വരെ വെച്ചു. സ്റ്റെയറിൽ ഞാൻ 9 വരെ വെക്കുന്നുള്ളൂ. നമുക്ക് 10 വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 10 വരെയുള്ള കൗണ്ടിങ് കുട്ടികൾ പഠിക്കുകയാണ്. നിങ്ങളോട് ഞാൻ സ്റ്റെയർ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ 10 വരെയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? നല്ലത്, 10 വരെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് 2 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് 9, ഇത് 10. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മാറ്റിയിട്ട് ഞാൻ വേറെ വെക്കിട്ടുണ്ട്. സ്റ്റെയറിലെ 10 വേറെ കളറാ, നല്ല ഭംഗിയുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? എങ്ങനെയുണ്ട് മെറ്റീരിയൽ? അറേഞ്ച് ചെയ്യാൻ നല്ല രസമാണ്. കുട്ടികളാവുമ്പോ അത് കളറും അവർക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിൻഡിൽ ബോക്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ സ്പിൻഡിൽ ബോക്സിനെ കുറിച്ചിട്ട്? ഞാൻ തോന്നുന്നുണ്ടല്ലേ? ഇല്ല. സ്പിൻഡിൽ ബോക്സ് സെർച്ച് ചെയ്ത് കേട്ടോ. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഹെഡ് ഓഫീസിലാണ് ഈ മെറ്റീരിയൽ ഇരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ടുള്ളത് പർച്ചേസ് ചെയ്തിട്ട്. സ്പിൻഡിൽ ബോക്സിൽ വാങ്ങിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. അപ്പോ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടും. ഓക്കെ, സ്പിൻഡിൽ ബോക്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോ സ്പിൻഡിൽ ബോക്സ് എന്ന് വെച്ചാല് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ ബോക്സ് വിത്ത് 10 ട്രാക്സ്. ഒരു 10 ട്രാക്സ് ആണ് ഉള്ളത്. 0 to 9 വരെയാണ് വരുന്നത്.
Each track named 0, 1, 2, 3, 4, 5, 6, 7, 8, 9. കണ്ടോ? According to numbers, spindle box change, that is one track contains only one spindle. അപ്പൊ one trackൽ ഒരു സ്പിൻഡിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. 2 എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. 3 എന്ന് പറയുമ്പോൾ 3, 4 എന്ന് പറയുമ്പോൾ 4. അപ്പൊ 4 എണ്ണം നമ്മള് കുട്ടികള് കൗണ്ട് ചെയ്ത് 1, 1, 2, 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്ത് അവര് അതിലേക്ക് അറേഞ്ച് ചെയ്യും. 2 spindles like that. Okay. പിന്നെ 0യിൽ നമ്മൾ സ്പിൻഡിൽസ് ഒന്നും ചെയ്യില്ല. അപ്പൊ നത്തിങ്, ഒന്നുമില്ല. 0 എന്ന് പറയുന്നത് നത്തിങ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒന്നുമില്ല, നത്തിങ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് മനസ്സിലാക്കും. മെയിൻ ഫീച്ചേഴ്സ് എന്ന് വെച്ചാല് വുഡൻ സ്പിന്നിൽ വിത്ത് അട്രാക്റ്റീവ് ഷേപ്സ് ആണ്. നമുക്ക് അട്രാക്റ്റീവ് ഷേപ്സ് ആണ്. പിന്നെ നമുക്ക് നടുക്കത് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും. ലേണിംഗ് ആൻഡ് കൗണ്ടിങ് ദ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനും ലേൺ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ വിൽ ബി ഇംപ്രൂവ്. നമ്മുടെ കോൺസെൻട്രേഷനും ഒബ്സർവേഷനും കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഹാൻഡ് ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ഇംപ്രൂവ് ആവും. ക്യാൻ ബി ഡൺ വിത്ത് ബ്ലൈൻഡ് ഫോൾഡിങ്. നമുക്ക് അത് നോക്കിയിട്ട് ബ്ലൈൻഡ് കണ്ണടച്ചിട്ട് പോലും നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അറേഞ്ചിങ് കപ്പാസിറ്റി ഇംപ്രൂവ്. നമുക്ക് ആ അറേഞ്ചിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ, മെറ്റീരിയൽസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന അറേഞ്ചിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ആവും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കൺസെപ്റ്റ് വിൽ ബി അണ്ടർസ്റ്റാൻഡ്. നമുക്ക് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡറിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സ്പിൻഡിൽ ബോക്സ് നമുക്ക് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സ്പിൻഡിൽ ബോക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. എങ്ങാനും നെക്സ്റ്റ് വീക്സ് നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് വരാണെങ്കിൽ ഈ മെറ്റീരിയൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സ്പിൻഡിൽ ബോക്സ് കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ ബീഡ്സിന്റെ സെറ്റ് ഓഫ് ബീഡ്സ് ബാറുകളുടെ സെറ്റ് ഉണ്ട്. ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ബീഡ്സ് ബാറിന്റെ ഒരു ബോക്സ് ഉണ്ട് നമുക്ക് ബീഡ്സിന്റെ പ്ലേസ് ചെയ്യുന്നത്. ഈ സ്പിൻഡിൽ ബോക്സ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ബീഡ്സിന്റെ ബോക്സ്. നമുക്കത് കാണാൻ പറ്റും. നോക്കിയേ, ഞാനിവിടെ നമ്പേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി കാർഡല്ല കേട്ടോ, ഇത് നമ്പേഴ്സ് തന്നെയാണ്. ഞാൻ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ആണ്. ജസ്റ്റ് ആ ഒരു സ്പിൻഡിൽ ബോക്സ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നേരത്തെ ഞാൻ പറഞ്ഞില്ല സ്പിൻഡിൽ ബോക്സിൽ എങ്ങനെയായിരുന്നു, 0 to 9 ആയിരുന്നു. ഞാൻ ഈ ബീഡ്സിന്റെ സെറ്റില് 1 മുതൽ 10 വരെയുള്ള മെറ്റീരിയൽസ് ആണ്. എന്നിട്ട് ഞാൻ ഈ ബീഡ്സ് ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്ന ബീഡ്സ്, അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ബോക്സിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ചെയ്യട്ടെ, എന്നിട്ട് ഈ ബോക്സ് ഫുൾ ആയിട്ട് ഞാൻ എംപ്റ്റി ആക്കാം. ഓക്കെ, നിങ്ങളെ കുട്ടികൾ റിപ്പീറ്റ്ലി ചെയ്യും. ഞാൻ ഫസ്റ്റത്തേക്ക് ഞാൻ സ്ലോലി ചെയ്യും, പിന്നെ ഞാൻ ഫാസ്റ്റ് ആവുന്നുണ്ട്. 1 ഞാൻ 1 എന്ന് പറയുന്ന റോയിൽ പ്ലേസ് ചെയ്യും. 2, 1, 2. Then 3, 1, 1, 2, 3. കൗണ്ട് ചെയ്യും കുട്ടികൾ റിപ്പീറ്റ്ലി. അതിനെ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. 1, 2, 3, 4. Then 5, 1, 2, 3, 4, 5. 6 എന്ന് പറയുമ്പോൾ ഇവിടെ 1 മിനിറ്റ്. 1, 2, 3, 4, 5, 6, 7, 3, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8. Then 9, 1, 2, 3, 4, 5, 6, 7, 8, 9. Then 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then നമ്മൾ ഇത് അറേഞ്ച് ചെയ്യാണ്. അതിന് ഞാൻ 10 അറേഞ്ച് ചെയ്തു കേട്ടോ. സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി ടിപ്സ് ഒക്കെ എനിക്കുണ്ട് ഇതില്. കുട്ടികൾ അങ്ങനെയല്ല, അവർ പതുക്കെ സ്ലോലി ചിലപ്പോ ഈ ഒരു ബോക്സ് നമ്മുടെ ബീഡ്സിന്റെ എന്താണ് ബീഡ്സ് ബാറുകൾ അറേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ഫുൾ ഡേ ചിലപ്പോൾ എടുക്കും. കാരണം എന്താണ്, ഓരോ ബീഡ്സും എടുത്ത്
കൗണ്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം കുട്ടികൾക്ക് എടുക്കും അല്ലെ. അവരത് സ്ലോലി അത് എൻജോയ് ചെയ്ത് അവർ വീണ്ടും 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 ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്ത് അവർ നല്ല എൻജോയ്മെന്റോട് കൂടി കറക്റ്റ് ആയിട്ടായിരിക്കും അവര് ആ ഒരു വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പേരെന്തായിരുന്നു മാം? ഇത് ബീറ്റ്സ് ബാർ ആടാ. ബീറ്റ്സ് ബാർ. അപ്പൊ ഈ കളർ നോക്കി വേണമെങ്കിൽ എളുപ്പം വെക്കാൻ വയ്യ മാം. കളർ നോക്കാം. ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വലിയ കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നിങ്ങളോടാണോ പറഞ്ഞത്, അഡൾട്ട്സ് എപ്പോഴും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാ നോക്കുള്ളൂ, കുട്ടികൾ അത് എൻജോയ് ചെയ്ത് ചെയ്യാനൊക്കെ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. മരിയ മോണ്ടിസോറിയുടെ പോർഷൻ എടുത്ത സമയത്ത് പറഞ്ഞില്ലേ, അതേപോലെ ഞാൻ മുതിർന്ന ഒരാളായതുകൊണ്ട് വേഗം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലേ? അതെ മാം. അപ്പൊ മാം ഡീവിയേറ്റഡ് ആണ്. അങ്ങനെ ഉണ്ടാട്ടോ. ഡീവിയേറ്റഡ് ആണെന്നല്ല, നമ്മൾ അഡൾട്ട് ആണ് അങ്ങനെ പറയല്ലേ, പാവല്ലേ ഞാൻ. ഡീവിയേഷൻ അല്ലേ അവിടെ, അഡൾട്ട് ആയതുകൊണ്ടാ. നിങ്ങളായാലും മുതിർന്നവര് അങ്ങനെ ചെയ്യുള്ളൂ. നമ്മൾ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം, എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു എയിം ആയിരിക്കും നമുക്ക് വരുന്നത്. കുട്ടികൾ അങ്ങനെയല്ല, അവരുടെ വർക്ക് ചെയ്യുന്ന രീതി ഭയങ്കര എൻജോയ് ചെയ്ത് നല്ല റിതമോട് കൂടിയായിരിക്കും അവർ ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് വരുന്ന സമയത്ത് കുട്ടികൾ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അവർ ചെയ്യുമ്പോൾ അവരുടെ വർക്ക് കാണാൻ നല്ല രസമാണ്. നമ്മുടെ കുട്ടികളുടെ വർക്ക് കാണാൻ നല്ല രസമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് എന്തും ചെയ്താലും നല്ലൊരു റിതമോട് കൂടി അവർ എൻജോയ് ചെയ്ത് അത് ചെയ്യും. കണ്ടോ എത്ര പെട്ടെന്നല്ല ചെയ്ത് കഴിഞ്ഞാൽ. അത് ഒരു കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുത്താണ്. ഇതാണ് ബീഡ്സിന്റെ സെറ്റ്സ്. ബീഡ്സ് ബാർ ആണിത്. നമ്മൾ സ്പിൻഡിൽ ബോക്സ് പോലെ ഒരു ബോക്സിൽ ഇത് അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ കൗണ്ടിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണോ? ഈ ഒരു മെറ്റീരിയൽ ഓക്കെ അല്ലേ? കൗണ്ടിങ് പഠിച്ചല്ലേ. ഇനി നമുക്ക് എന്താ നോക്കാം, ഷേപ്സ് പഠിച്ചാലോ? മാം 1 to 10 കൗണ്ടിങ് മാത്രമാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? അല്ലടാ, കൗണ്ടിങ് ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കൗണ്ടിങ് 1 to 10 ആണ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടി വരും. നമ്മളെ മെറ്റീരിയൽസ് എല്ലാം 10 വരെയുള്ള മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ പിങ്ക് ടവർ ആയാലും 10 പീസ് ആണ്, ബ്രൗൺ സ്റ്റെയർ ആണെങ്കിലും 10 പീസ് ആണ്. ഏകദേശം എല്ലാ മെറ്റീരിയൽസിന്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ആ കൗണ്ടിങ്ങിൽ ആ 10 വരെയും ഒരു ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഈസിയാണ്. 11 മുതൽ കുട്ടികൾ ഈസി ആയിട്ട് പഠിക്കും അല്ലെ. 10 വരെയും പഠിക്കാൻ ഇത്തിരി പാട്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? ബാക്കി ഒരു ഈസി ആയിട്ട് പഠിക്കുമ്പോ നമ്മുടെ കയ്യിൽ കഴിഞ്ഞാൽ നമുക്ക് ജോമെട്രിക്കൽ സോളിഡ്സ് നോക്കാം. ജോമെട്രിക്കൽ സോളിഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഷേപ്സ് അറിയാം? ജസ്റ്റ് ഒരു ക്യൂബോയിഡ്, എലിപ്സോയിഡ്, കോണ്, സിലിണ്ടർ, ക്യൂബോയിഡ്, റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ. അപ്പൊ എല്ലാം മിക്കതും അറിയുന്നതാണ്. ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ പറഞ്ഞാൽ മതി. എന്ത് മെറ്റീരിയൽ ആണ് ചോദിക്കുമ്പോൾ പറഞ്ഞു തന്നാൽ മതി. ഓക്കെ. ഈ മെറ്റീരിയൽ കാണുന്നില്ല മാം. ഇത് കണ്ടു. സിലിണ്ടർ അല്ലേ? കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നെക്സ്റ്റ് കോൺ. അല്ലേ? ഓക്കെ. നമ്മള് ബർത്ത്ഡേ കേക്ക് വയ്ക്കുന്ന ആ ഒരു ക്യാപ്പിന്റെ ഷേപ്പ് അല്ലെ, പിന്നെ ഐസ്ക്രീം. ഈ രണ്ട് മെറ്റീരിയലും അറിയാം. ഞാൻ മാറ്റി വെക്കാണ് അറിയാവുന്നത്. ക്യൂബ് അല്ലേ? ഇത് ക്യൂബ്. ക്യൂബ്. അപ്പൊ ഓക്കെ അല്ലേ? ക്യൂബ് മാറ്റിക്കോട്ടെ.
മാം ഇത് ഇന്നലെ കാണിച്ചിരുന്നു പ്രസന്റ് ഇന്നലെ അശ്വതി മാം. ജോമെട്രിക്കൽ സോളിഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നോ? ആ കാണിച്ചിരുന്നു. മാത്തമാറ്റിക്കൽ ഏരിയ ആയിരുന്നു, കുഴപ്പമില്ല. അപ്പൊ ഞാൻ കാണിക്കണ്ടല്ലോ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് മെറ്റീരിയൽ കാണിക്കാം കേട്ടോ. മാം അന്നൊരു ലിസ്റ്റ് പറഞ്ഞപ്പോഴേ അശ്വതി മിസ് പറയൂന്നും പറഞ്ഞ് ഒരു വേർഡ് കാർഡ്, നമ്പർ കാർഡ് അങ്ങനെ ഒരു പേര് പറഞ്ഞു. ഇന്നലെ അശ്വതി മിസ്സിനോട് ചോദിച്ചിട്ടുണ്ട്. അതെന്താന്ന് പറയൂ. പിൻസീമൊക്കെയാണോ ഉദ്ദേശിച്ചത്? അല്ല മാം, അത് ആദ്യമേ എന്തോ മൂന്നാമത്തെ നമ്പറായിട്ട് പറഞ്ഞതായിരുന്നു. ലിസ്റ്റ് ഇടാത്തതുകൊണ്ട് കറക്റ്റ് പേര് ഓർക്കുന്നില്ല. നമ്പർ കാർഡ്, പിക്ചർ കാർഡ് അങ്ങനെ എന്തോ ഒരു പേരാണ്. വേർഡ് റീഡിംഗ് കാർഡ് ആണോ? ആ അത് തന്നെ മാം. അതെ അതെ. അതിലില്ലേ, നമ്മുടെ ലിസ്റ്റിലില്ല വേർഡ് റീഡിംഗ് കാർഡ്. ലിസ്റ്റ് ഇട്ടിട്ടില്ല മാം, ഒന്ന് പറഞ്ഞതിന്റെ ഓർമ്മയിൽ പറഞ്ഞതാ. ലിസ്റ്റ് ഇട്ടില്ലേ? ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല മാം, ഇതുവരെ ഇട്ടില്ല. ഇതുവരെ ലിസ്റ്റ് ഇട്ടിട്ടില്ല. സാധാരണ ലിസ്റ്റ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല കുട്ടികളെ കൊണ്ട്. ടീച്ചേഴ്സ് തന്നെയാണ് അത് ചെയ്യിക്കാറ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലിസ്റ്റ് ഒക്കെ കൺഫേം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഇപ്പോഴും ഇട്ടിട്ടില്ല അല്ലെ? എന്ന് പറഞ്ഞേക്കാം. അതെന്താന്നൊന്ന് പറയാമോ മാം? അത് വേർഡ് റീഡിംഗ് കാർഡാടാ. വേർഡ്സ് ഉണ്ടാവും അതിൽ. അത് നോക്കിയിട്ട് നമ്മൾ വേർഡ് വായിക്കും. ഇപ്പൊ ക്യാറ്റ് എന്നാണെങ്കിൽ ക്യാറ്റ്, നമ്മൾ CAT, അത് ക്യാറ്റ് എഴുതിയിട്ടുണ്ടാവും. കുട്ടികളെ കൊണ്ട് അത് വായിപ്പിക്കും. അപ്പൊ നമ്മൾ അതുപോലെ എഴുതി ഉണ്ടാക്കണമെന്നാണോ? വേർഡ്സ് കുറച്ച് എഴുതണം നമ്മള് വേർഡ് റീഡിംഗ് കാർഡില്. പിക്ചർ റീഡിംഗ് കാർഡില് പിക്ചേഴ്സും വേർഡ്സും വേണം. അങ്ങനെ മാം ഈ ജോമെട്രിക്കൽ സോളിഡ്സ് ഇല്ലേ, ആ മെറ്റീരിയലിൽ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് മാം? ഈ ഫോണ് ഇതൊക്കെ നമ്മൾ എങ്ങനെ? ചാർട്ട് ചെയ്താൽ മതി, വരച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളത് പ്രിന്റ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാണെങ്കിലും കുഴപ്പമില്ല. ആസ് വിഷ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് വെട്ടിയെടുക്കണമെന്നാണോ? അത് വെട്ടിയെടുക്കണമല്ലോ, മിസ് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മാം.